ഹലോ ഗൈസ്. സോ നമ്മൾ ഇന്ന് സെക്കൻഡ് ഡേ ആണ്. ഞങ്ങൾ ഇവിടെയാണ് കിടന്നുറങ്ങിയത്. ഏകദേശം ഒരു 7 മണിയാകുമ്പോൾ ഞങ്ങൾ ട്രക്കിങ്ങിന് പോകുന്നതാണ്. സോ ഞങ്ങളൊരു 7 മണിയാകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഇറങ്ങാനാണ് പ്ലാൻ. രാവിലെ എണീറ്റ് കുളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല തണുപ്പാണ് പുറത്ത്. ഒരു ഫോഗി മോഡാണുള്ളത് കേട്ടോ. ഹലോ ഗൈസ്, ഇപ്പോൾ നമ്മളിന്ന് അഗസ്ത്യാർമല കയറാൻ വേണ്ടി പോവാണ്. നമുക്ക് ഏകദേശം 6 കിലോമീറ്ററാണ് കയറാനുള്ളത്. റോപ്പ് വെച്ചിട്ടാണ് നമുക്ക് കയറേണ്ടത്. സോ നമുക്ക് അവിടെ വെച്ച് കാണാം. ചെറുതായിട്ടൊരു എലിവേഷൻ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മളിനി കയറ്റം കയറാൻ പോവുകയാണ് ഗൈസ്. നമുക്ക് ഇതുപോലെ കുറേ ഇന്നലത്തെ പോലെ കുറേ അരുവികളൊക്കെ പാസ് ചെയ്യാനുണ്ട്. ഇപ്പോൾ ഒരു കയറ്റം കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ ഒരു അരുവി പാസ് ചെയ്യാണ്. ഈ മരം കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഗൈസ്. ഹലോ ഗൈസ്, സോ നമ്മൾ ഫസ്റ്റ് റെസ്റ്റിംഗ് പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ കാണുന്നതാണ് ഫസ്റ്റ് വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. നമ്മൾ ആ കാണുന്നത് വാട്ടർഫോളാണ്. ഒരു നൂല് പോലെ വരുന്ന വാട്ടർഫോള്. ആ കാണുന്ന വഴി കൂടെ വേണം നമുക്ക് പോവാൻ. അവിടെ കുറേ ആൾക്കാർ മുന്നിലുണ്ട്. ആ പോയിന്റിൽ കൂടെ നടന്ന് നമുക്ക് അവിടെ ഒരു മലയുണ്ട്. അവിടെ മലയിലെത്തണം. ഇനി നമുക്ക് കുറച്ച് കുത്തനെ കയറ്റാണുള്ളത്. കയറിയിട്ട് പോകണം. ഹലോ ഗൈസ്, ഇവിടെ ടീ നെയ്ത സ്ഥലമാണ് തമിഴ്നാട് എന്ന് പറയുന്നത്. ഒരു സൈഡ് കേരളം, ഒരു സൈഡ് തമിഴ്നാടാണ്. ഹലോ ഗൈസ്, ഇവിടെ അടിപൊളി ഒരു വെള്ളച്ചാട്ടമുണ്ട്. ആ മലയൊക്കെ ഫോഗ് വന്ന് മൂടി തുടങ്ങിയിരിക്കുന്നു. ആ ടോപ്പിലേക്ക് എത്തണം. ആ കാണുന്ന ടോപ്പിലേക്ക്. ഈ ഒരു പോയിന്റിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മലകളൊക്കെ നല്ലൊരു വ്യൂ കിട്ടും. അതുപോലെ താഴെ കുറച്ച് വെള്ളമുണ്ട്. അവിടെയൊക്കെ നമുക്ക് പോയി റെസ്റ്റ് എടുക്കാം, കുളിക്കുക, ഫ്രഷ് ആവുകയൊക്കെ ചെയ്യാം. നമുക്കിനി പോകാനുള്ളത് ഇങ്ങോട്ടാണ്. ഇതങ്ങനെ കയറി പോകണം. ഇതിങ്ങനെ കണ്ടൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു പൂവാണ് കേട്ടോ ഗൈസ്. ഡാൻഡ്ലിയൻ്റെ പോലെയുണ്ട്. കാലിന് വീണ അട്ടയാണ് ഗൈസ്. ഫുള്ള് രക്തമൊക്കെ കുടിച്ച് ഫാറ്റായി പോയി. നമുക്കിപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ മൊത്തം മലകളാണ്. ഈ ചെടി ഇവിടെ ഒരുപാട് കാണുന്നുണ്ട് ഗൈസ്. നമ്മുടെ ഏകദേശം നീലക്കുറിഞ്ഞിയുടെ കളറുണ്ട്. നീലക്കുറിഞ്ഞല്ല, പക്ഷേ മലയുടെ മുകളിൽ ഭയങ്കരമായിട്ട് കാണുന്നൊരു ചെടിയാണിത്. ഇതിൻ്റെ പേരറിയില്ല കേട്ടോ. പേരറിയുന്നവർ കമൻറ്റ് ചെയ്യണേ. ഇനി നമുക്ക് കയറാനുള്ളത് 2 കിലോമീറ്ററാണ്. കോടയൊക്കെ ഇറങ്ങി തുടങ്ങി. നമ്മുടെ 2 സൈഡും ഇനി കൊക്കയാണ് വരുന്നത് ഗൈസ്. സൂക്ഷിച്ച് നടന്നെങ്കിൽ കൊക്കയിലേക്ക് ചാടിപ്പോവും.
കോട കയറിയിട്ട് നമുക്കിപ്പോൾ മുകൾ വശം കാണാനില്ല കേട്ടോ. വെയിൽ ഉദിച്ചാലാണ് നമുക്കിനി മുന്നോട്ടധികം നടക്കാൻ ക്ലിയർ ആവുകയുള്ളൂ. ഇവിടെ നിന്നാണ് നമുക്ക് 2 കിലോമീറ്റർ കയറാനുള്ളത് കേട്ടോ. ഇതിനൊരു കുത്തനെയുള്ള ഒരു കയറ്റമാണ്. മഴ പെയ്തതുകൊണ്ടൊക്കെ അത്യാവശ്യം വഴുക്കലൊക്കെ ഉണ്ട്. അത് കാരണം സൂക്ഷിച്ച് കയറിയില്ലെങ്കിൽ താഴെ വീഴും. ഇതാണ് നമ്മൾ ശംഖുപുഷ്പം പോലെ ഉണ്ട്. ശംഖുപുഷ്പം ആണോ എന്നറിയില്ല കേട്ടോ. നമുക്കിങ്ങനെ ഉള്ളോട്ട് ഇനിയും കയറാനുണ്ട്. ഇപ്പോൾ നമുക്ക് കാട്ടിൻ്റെ ഉള്ളിലൂടെ കയറ്റാൻ കഴിഞ്ഞു. അതിൻ്റെ സൈഡിലൊക്കെ നല്ല ഫോഗ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് കയറാനുള്ളത് ആ റോപ്പ് പിടിച്ചിട്ട് വേണം കയറാൻ. യെസ്, അർജുനുണ്ട് കൂടെ. ഇതുപോലെയുള്ള 2 റോപ്പാണ് നമുക്കിനി കയറാനുള്ളത്. നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് ഉണ്ട്. ഇപ്പൊ നമ്മൾ കയറിയത് ഫസ്റ്റ് റോപ്പാണ്. ഇതുപോലെ ഇനി 4 എണ്ണം കയറാനുണ്ട്, 3 എണ്ണം കയറാനുണ്ട് എന്നാണ് പറഞ്ഞത്. നമ്മൾ അത്യാവശ്യം ഹൈറ്റിലാണ് കേട്ടോ കഴിച്ചിരിക്കുന്നത്. ഇത് വേറൊരു ടൈപ്പ് ഫ്ലവറാണ് കേട്ടോ ഗൈസ്. ഇവിടെ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ട് മലയുടെ മുകളിലേക്ക് കയറുന്നതോറും. അതൊക്കെ മലകളാണ്. മലകളായിട്ട് മേഘം കൊണ്ട് മൂടി നിൽക്കുകയാണ് കേട്ടോ. അവിടെ ദൂരെ ഒരു തടാകമാണോ പുഴയാണോ എന്ന് മനസ്സിലാവണില്ല. വെള്ളം കാണാനുണ്ട് നന്നായിട്ട്. നമ്മുടെ 2ാമത്തെ കാട്ടിലൂടെ യാത്ര കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. ഇനി നമുക്ക് കിടക്കുന്നത് വീണ്ടും റോപ്പാണ്. റോപ്പ് കയറിയാണ് വേണമെങ്കിൽ പോവാൻ. അങ്ങനെ നമ്മൾ ഏറ്റവും ടോപ്പിലെത്തി ഗൈസ്. നമ്മളിവിടെ കാണുന്നതാണ് അഗസ്ത്യമുനി. ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ പൂജയൊക്കെ ചെയ്യുന്നത്. നമുക്ക് ഇതുവഴി പോയി കഴിഞ്ഞാൽ മുൻഭാഗം കാണാൻ പറ്റും. ശിവരാത്രി ടൈമിലാണ് ഇവിടെ അധികം പൂജയൊക്കെ ചെയ്യാറുള്ളത്. നമ്മളിപ്പോൾ ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത്. ഇതാണ് നമ്മളെ ലാസ്റ്റ് പോയിന്റ്. അവിടെ നിന്നുള്ള വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ക്യാമറ കാണുന്ന പോലെയല്ല കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ആ പുഴയുടെ അവിടെയൊക്കെ ഒരു ബ്രിഡ്ജൊക്കെ പോലെയൊക്കെ കാണാനൊക്കെ ഉണ്ട്. പിന്നെ ക്ലൗഡ്സ് പോലെ കാണുന്നത് ഫോഗാണ്. അതിങ്ങനെ പതിയെ നീങ്ങിക്കൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. നല്ല വൈബാണ് കേട്ടോ അവിടെ. ഇവിടെ ആൾക്കാരെ ഇരുന്നിട്ട് മെഡിറ്റേറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. എൻ്റെ പൊന്നോ, ആ ഫോഗൊക്കെ മാറിയപ്പോഴാണ് അവിടുത്തെ സിറ്റീസൊക്കെ കാണാൻ പറ്റുന്നത്. ഇവിടെ ഒരു പൊട്ട് പോലെ കാണാനുള്ളതാണ്. അവിടെയൊക്കെ ജനവാസമുള്ള മേഖലയാണ് കേട്ടോ. പൊളി സ്ഥലം. ഈ സൈഡൊക്കെ ഫോഗൊന്നും മറിഞ്ഞിരിക്കുകയാണ്. അവിടെയൊക്കെ മലകളാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായി വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ, ടേക്ക് കെയർ.